हरे कृष्ण 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 हरे हरे। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलं। श्रीराम राम रामेति रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामवरानने। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। ഇന്ന് ഞായറാഴ്ചയാണ്. ധാരാളം പേര് വീട്ടിലുണ്ടാവും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്നാണെങ്കിലും ഇറങ്ങുന്ന ശീലേ നമുക്കുള്ളൂ. പക്ഷെ ഇന്ന് മറ്റൊരു ഏർപ്പാടും ഇല്ലാത്തത് കൊണ്ട്, പോയിരിക്കാൻ കടകൾ തുറന്നിരിക്കാത്തത് കൊണ്ട് മിക്കവാറും പേര് വീടുകളിൽ ഉണ്ടാവും, ഇല്ലേ? രാമായണ മാസമാണ്. എന്തെങ്കിലും രാമായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാം എന്നാണ് വിചാരിച്ചത്. പലരും വീടുകളിൽ രാമായണം വായിക്കുന്നുണ്ടാവും, ചിലർ കേൾക്കുന്നുണ്ടാവും, അല്ലേ? അങ്ങനെ ഉണ്ടാവും. മനുഷ്യന്മാർ അങ്ങനെയുണ്ട്. കേൾക്കുന്ന ശീലം അത് വല്ലാത്തൊരു ശീല. മറ്റുള്ളവരെ കേൾക്കുക, അല്ലേ? അധികം സംസാരിക്കില്ല, പക്ഷെ കേൾക്കാൻ താല്പര്യമുള്ളവർ ധാരാളം ഉണ്ടാവും. എന്നാൽ ചിലരങ്ങനെയല്ല, പറയാൻ താല്പര്യം ഉണ്ടാവും, അവർക്ക് കേൾക്കാൻ മനസ്സുണ്ടാവില്ല. വ്യക്തിത്വങ്ങൾ പല രീതിയിലാണല്ലോ. ഏതായാലും കുറച്ച് കേൾക്കാം. ഭാരതത്തിൻ്റെ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ രണ്ടെണ്ണമാണ് നമുക്കറിയാം, മഹാഭാരതവും രാമായണവും. എനിക്ക് തോന്നുന്നു ഈ രണ്ട് ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഏതിനാണെന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ സംശയമില്ലാതെ പറയും അത് രാമായണമാണ്. അതിന് പല മാനങ്ങളുണ്ട്. രാമായണത്തിന്റെ വൈശിഷ്ട്യം അത്രയ്ക്കുണ്ട്. ആദികാവ്യം 24,000 ശ്ലോകങ്ങളിൽ രചിക്കപ്പെട്ട ഗ്രന്ഥം. ലോകത്തിലെ തന്നെ ആദ്യത്തെ കാവ്യം. ഒരു ശോകം ശ്ലോകമായി പരിണമിച്ച കഥ. മനസ്സിലുണ്ടായ ഒരു ദുഃഖം, ഒരു കാഴ്ച കണ്ട് കർജപക്ഷികളിൽ ഒന്നിനെ വേടൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ വാൽമീകി മഹർഷിക്കുണ്ടായ ശോകം നാരദന്റെ പ്രേരണയാൽ ശ്ലോകമാക്കപ്പെട്ട കഥ, രാമായണ കഥ. അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യം കൂടുതലാണ്. ഇനി മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ, സാധാരണ 5 കന്യകമാരെ പറ്റി പറയാറുണ്ട്, കേട്ടിട്ടുണ്ടോ? അഹല്യ, ദ്രൗപദി, സീത, താരാ, മണ്ഡോദരി തഥാ പഞ്ചകന്യാ സ്മരേ നിത്യം മഹാപാതകനാശനം. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി. 5 പതിവ്രതാരത്നങ്ങളെ കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ 5 പതിവ്രതകളിൽ 4 പേരും എവിടെന്നാ? രാമായണത്തിലെയാണ്. അഹല്യ, സീത, താര, മണ്ഡോദരി. ഈ 4 പേരും രാമായണത്തിലെ കഥാപാത്രങ്ങളാണ്. ഒരു ദ്രൗപദി മാത്രമാണ് മഹാഭാരതത്തിൽ നിന്ന് കഷ്ടിച്ച് കയറിപ്പറ്റിയത്. ഒരുപക്ഷെ സ്ത്രീകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എവിടെയാ? മഹാഭാരതത്തിലാണ്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾ എവിടുന്ന? രാമായണത്തിൽ നിന്ന്. അതൊന്ന് മാത്രം നോക്കിയാൽ മതി രാമായണത്തിന്റെ വൈശിഷ്ട്യം മനസ്സിലാക്കാൻ. പലപ്പോഴും രാമായണം വായിക്കുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോഴും എനിക്ക് കിട്ടിയ ചില ആശയങ്ങളുണ്ട്. ഞാനതിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒരുവൻ രാമായണം മുഴുവനായി വായിക്കുമ്പോൾ ആ വായനയിൽ നിന്നും അവന് കിട്ടുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന് ദൈവപ്രീതിയാണ്, ദേവപ്രീതി. രണ്ടാമത് പാപഭീതി. മൂന്നാമത്തത് സംഘനീതി. പ്രീതി, ഭീതി, നീതി.
3 വികാരങ്ങൾ. എന്താ ദൈവപ്രീതി? നമ്മുടെ സകല കാര്യങ്ങളും മംഗളകരമായി പര്യവസാനിക്കണമെങ്കിൽ, നടക്കണമെങ്കിൽ ഈശ്വരന്റെ കരുണ കൂടിയേ തീരൂ. സർവശക്തനായിട്ടുള്ള പരാക്രമിയായിട്ടുള്ള ദേവലോകത്ത് പോലും സഹായത്തിനായി എത്തപ്പെട്ട ദശരഥ മഹർഷിക്ക് സന്താന സൗഭാഗ്യമില്ലാതെ വന്നപ്പോൾ ഈശ്വരന്റെ സാന്നിധ്യം അനിവാര്യമായി വന്നു. അപ്പോ നമ്മൾ എത്ര കേമനായിക്കൊള്ളട്ടെ, കാര്യങ്ങൾ സമംഗളം നടക്കണമെങ്കിൽ ഈശ്വര സാന്നിധ്യം അത്യാവശ്യമാണ്. അത് കാണിച്ചു തരിക. അത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമല്ല, രാമായണത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് പാപഭീതി. പാപപ്രവൃത്തികൾ ചെയ്യുന്നത് നമുക്ക് ഗുണകരമല്ല. ഈ ഒരു ബോധ്യം രാമായണം നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. മറ്റൊരാളുടെ ഭാര്യയെ അപഹരിച്ച രാവണൻ വാസ്തവത്തിൽ ചെയ്തതെന്താ? പാപകർമ്മമല്ലേ. അപ്പൊ പാപം ചെയ്താൽ അത് തനിക്ക് ഗുണകരമാവില്ല, തന്റെ നാശത്തിന്, സർവനാശത്തിന് അത് വഴിതെളിയിക്കും എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. മൂന്നാമത് പറഞ്ഞു സംഘനീതി. ഒരുമിച്ചു നിന്നാൽ പല കാര്യങ്ങളും നേടാം. ഒറ്റയ്ക്ക് നിന്നാൽ നമ്മൾക്ക് അസ്തിത്വം തന്നെ ഇല്ലാതായി തീരും. ഈ ഒരു തത്വം രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ആരോരുമില്ലാത്ത, ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു വർഗം വാനരന്മാര്. ഈ വാനരന്മാരെ കാട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് തങ്ങളും ഈ രാഷ്ട്രത്തിന്റെ അഭിന്നങ്ങളായ അംഗങ്ങളാണ് എന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് അവർ യുദ്ധത്തിന് സന്നദ്ധരായി വന്നു. ഇല്ലേ, ഞാൻ ഈ സമൂഹത്തിന്റെ അഭിന്നമായ അംഗമാണ്, ഞാൻ മാറി നിൽക്കേണ്ടവനല്ല. അപ്പൊ അങ്ങനെ മാറി നിൽക്കുന്നവരെ സമൂഹത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് രാഷ്ട്രത്തിന് വേണ്ടി അവരുടെ സംഭാവന ചെയ്യിപ്പിച്ചു ശ്രീരാമൻ. സംഘനീതി. കുരങ്ങന്മാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെല്ലാവരും കൂടി ഒന്നിച്ചപ്പോൾ രാവണന് നിക്കക്കള്ളിയില്ലാതായി. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. ദൈവപ്രീതി, പാപഭീതി, സംഘനീതി. മറ്റൊന്ന്, ഒരു ഭാഗത്ത് രാമൻ എന്നുള്ള വ്യക്തി, മറുഭാഗത്ത് രാവണൻ എന്ന വ്യക്തി. ഈ 2 പേരെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ ചില കാര്യങ്ങൾ മനസ്സിലാവും. രാവണൻ സർവശാസ്ത്ര പണ്ഡിതനാണ്, ശിവഭക്തനായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞു, രാവണന്റെ മുത്തശ്ശൻ ആരായിരുന്നു? പുലസ്ത്യ മഹർഷി. ഈ പുലസ്ത്യ മഹർഷി ആരാ? ബ്രഹ്മാവിന്റെ പുത്രൻ. അപ്പൊ പുലസ്ത്യ മഹർഷിയുടെ പേരക്കുട്ടിയായ രാവണന് സർവശാസ്ത്രങ്ങളും അറിയാമായിരുന്നു. സംസ്കൃത ഭാഷ രാവണനെ സംബന്ധിച്ചിടത്തോളം ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെയാ, എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം. അത്രയ്ക്കും പണ്ഡിതനായിരുന്നു രാവണൻ. രാവണന്റെ ഒരു കൃതി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇല്ലേ? ജടാടവീകളജലപ്രവാഹഭാവിതസ്ഥലേകളേവലംബിതാം. കേട്ടില്ലേ? ശിവതാണ്ഡവ സ്തോത്രം. ശിവഭക്തനായിരുന്നു. അത്രയ്ക്കും പണ്ഡിതനായ രാവണൻ എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തു? അപ്പോ പഠനമല്ല കാര്യം, ഈ ശാസ്ത്രങ്ങൾ അറിയലല്ല കാര്യം, പിന്നെയോ അത് ജീവിതത്തിൽ പകർത്തലാണ്. അത് രാവണനെ സംബന്ധിച്ച് ഉണ്ടായില്ല. സേതുബന്ധനം കഴിഞ്ഞ് ലങ്കയുടെ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രാക്ഷസ സേനയുടെ മുന്നിൽ ഒരു നല്ല വ്യക്തിയെ കണ്ടപ്പോൾ രാമൻ ചോദിച്ചു വിഭീഷണനോട്, വിഭീഷണ, ആ നിൽക്കുന്നത് ആരാണ്? നല്ലൊരു മാന്യനാണല്ലോ. അപ്പൊ വിഭീഷണൻ പറഞ്ഞു, ഇതല്ലേ രാവണൻ, അങ്ങ് യുദ്ധം ചെയ്യാൻ വന്ന രാവണൻ ഈ കാണുന്ന വ്യക്തിയാണ്. അപ്പൊ രാമൻ പറയാണത്രേ, അമ്പോ, കണ്ടാൽ എന്തൊരു മാന്യനാ, ശരീരം കൊണ്ടും ആകാര വടിവ് കൊണ്ടും ദൃഷ്ടി കൊണ്ടും ചലനങ്ങളെ കൊണ്ടും ഒക്കെ മഹാമാന്യൻ. പിന്നെ എങ്ങനെ അദ്ദേഹം ഇങ്ങനെ അധർമ്മിയായി തീർന്നു? അപ്പൊ കാഴ്ചയല്ല പ്രധാനം എന്ന് വരുന്നു. പുറം കാഴ്ചയല്ല, ഉൾക്കാഴ്ചയാണ് പ്രധാനം. അകക്കണ്ണ് അതുണ്ടാവണം. രാമൻ അത് വേണ്ടുവോളം ഉണ്ടായിരുന്നു. അതാണ് രാമന്റെ വ്യക്തിത്വത്തിനുള്ള പ്രാധാന്യം. അപ്പൊ രാമായണം ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ വ്യക്തിപരമായി നമ്മൾ സംശുദ്ധരാകണം. ഇതൊരു പാഠം. രണ്ടാമത്തെ പാഠം, കുടുംബപരമായി നമ്മൾ ശുദ്ധന്മാരാകണം. മൂന്നാമത്തെ പാഠം,
സാമൂഹികമായി സമൂഹപരമായി നമ്മൾ ശുദ്ധരാവണം. അപ്പോൾ വ്യക്തി, കുടുംബം, സമൂഹം, വാസ്തവത്തിൽ ഇതല്ലേ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനം. വ്യക്തി ജീവിതമല്ലേ സംശുദ്ധമാവേണ്ടത്? വ്യക്തികളെല്ലാവരും സംശുദ്ധരായി തീരുമ്പോൾ കുടുംബവും രാഷ്ട്രവും ഒക്കെ സ്വാഭാവികമായും ശുദ്ധമായി തീരും. അപ്പൊ ഇത് വലിയൊരു പാഠമാണ് നമുക്ക് രാമായണം നൽകുന്നത്. ഇനി ഒന്നുകൂടി രാമായണത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മറ്റു പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും രാമനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്, സീതയെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്, രാവണനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷെ ചിന്തിക്കാത്ത ചില കഥാപാത്രങ്ങളുണ്ട്. ആരാണ്? ലക്ഷ്മണൻ. രാമന്റെ നിഴല് പോലെ രാമൻ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ സഞ്ചരിക്കുന്ന ലക്ഷ്മണൻ. അപ്പൊ ചോദിക്കും, ഭരതനും ശത്രുഘ്നനൊക്കെയോ? അവരുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഭരതനെ സംബന്ധിച്ച് വനവാസത്തിന് തീരുമാനമെടുക്കുന്ന സമയത്ത് ഭരതൻ അയോധ്യയിൽ ഇല്ലായിരുന്നു, കേകയ രാജ്യത്ത് അമ്മയുടെ വീട്ടിലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഭരതനും കൂടെ പോന്നേനെ. അത്രയ്ക്കും ഭ്രാതൃഭക്തി, സഹോദര സ്നേഹം ഭരതനുണ്ടായിരുന്നു. പക്ഷെ ലക്ഷ്മണന് കുറച്ചധികം. അതിനൊരു ചരിത്രമൊക്കെ ഉണ്ട് അല്ലെ? ലക്ഷ്മണൻ ആരുടെ അംശാവതാരാണെന്നാ പറയുക? ആദിശേഷന്റെ, അനന്തന്റെ. അപ്പൊ ഭഗവാന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, അത് സ്വാഭാവികം. ആ ലക്ഷ്മണനെ കുറിച്ച് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഏതാ സന്ദർഭം? സീതാദേവിയെ തെരഞ്ഞുകൊണ്ട് കാട്ടില് അലഞ്ഞു നടക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ സുഗ്രീവാദികളെ കണ്ടുമുട്ടി ചർച്ചകൾ നടത്തി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സുഗ്രീവൻ പറയുന്നുണ്ട്, ഒരു പൊതി ആഭരണങ്ങൾ 2 ദിവസം മുമ്പ് ചില കുരങ്ങന്മാർക്ക് വീണ് കിട്ടിയിരുന്നു, അതിവിടെ കൊണ്ടുതന്നിരുന്നു, ഇതൊന്ന് പരിശോധിക്കൂ, ചിലപ്പോൾ സീതാദേവിയുടെ ആണോ എന്ന് നോക്കാലോ. അങ്ങനെ അത് തുറന്നു നോക്കുകയാണ്. രാമന് തുറന്നു നോക്കാനുള്ള മനസ്സ് വരുന്നില്ല. ചിലപ്പോൾ അത് സീതയുടെ ആണെങ്കിലോ, ദുഃഖം താങ്ങാനാവില്ല. രാമൻ പറഞ്ഞു, ലക്ഷ്മണ നീ ആ പൊതി ഒന്ന് അഴിക്കേ. ലക്ഷ്മണൻ ആ പൊതി അഴിച്ചു. അപ്പൊ രാമൻ ചോദിക്കുക, ഈ ആഭരണങ്ങൾ, ഇതിലുള്ള പാദസരങ്ങള്, അരഞ്ഞാണം, തോൾവളകള്, കാതിലെ കമ്മല്, കഴുത്തിലെ മാലകള്, ഇതൊക്കെ കൂട്ടിയൊരു പൊതിയാക്കി വെച്ചിരിക്കുക. ഇതിലേതാണ് സീതയുടെ? നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ലക്ഷ്മണൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. പലപ്പോഴും ആ ശ്ലോകം നമുക്ക് അതിശയോക്തിയായി തോന്നാം, പക്ഷെ അത് ഭാരതത്തിന്റെ ഈ മണ്ണിന്റെ സംസ്കാരമായിരുന്നു. ഒരു സ്ത്രീയോടുണ്ടായിരിക്കേണ്ടുന്ന മനോവികാരം, ഒരു സ്ത്രീയെ എങ്ങനെ ദർശിക്കണം, ഇത് പഠിപ്പിച്ചു തരുന്നു ലക്ഷ്മണൻ. എന്താ ലക്ഷ്മണൻ പറഞ്ഞത്? കേയൂരം നൈവ ജാനാമി നൈവ ജാനാമി കുണ്ടലം നോപുരാണ്യേവ ജാനാമി നിത്യം പാദാഭിവന്ദനാത്. ഏട്ടാ, എനിക്ക് എൻ്റെ ഏടത്തിയമ്മയുടെ തോൾവളകൾ കണ്ടു പരിചയമില്ല. ഞാനത് ഇന്നേ അവരെ കണ്ടിട്ടേ ഇല്ല. കുണ്ടലങ്ങള്, കർണാഭരണങ്ങൾ ഞാനിതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ എന്താണ് കണ്ടത്? നൂപുരാണ്യേവ ജാനാമി, ഏടത്തിയമ്മയുടെ കാലിലെ പാദസരങ്ങൾ മാത്രമേ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളൂ. എന്താ കാരണം? നിത്യം പാദാഭിവന്ദനാത്. ഞാൻ എന്നും രാവിലെ ഉറക്കം കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ ആ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാറുണ്ടായിരുന്നു. ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടാണ് എൻ്റെ ദിവസം ആരംഭിക്കുന്നത്. അതുകൊണ്ട് അത് ഞാൻ തിരിച്ചറിയുന്നു. നോക്കൂ, അപ്പൊ ഒരു തവണ പോലും സീതയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ലക്ഷ്മണൻ നോക്കിയില്ല എന്ന് വാൽമീകി പറയുമ്പോൾ ആ കഥാപാത്രത്തിന്റെ സൗന്ദര്യം എത്ര കണ്ടുണ്ട്. ലക്ഷ്മണൻ എന്ന കഥാപാത്രത്തിന്റെ ഗാംഭീര്യം ആലോചിച്ചു നോക്കൂ. അതാണ് ലക്ഷ്മണൻ. അപ്പൊ നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നവരാ. നമ്മളൊക്കെ കണ്ണുകള് എവിടെയൊക്കെ പായുന്നുണ്ട് ഇല്ലേ? വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് നമ്മളൊക്കെ അധർമ്മങ്ങളിലേക്ക് വഴിതെറ്റി വീഴാറുണ്ട് പലപ്പോഴും. ഇവിടെയാണ് ഈ തത്വം നമ്മൾ സ്വാംശീകരിക്കേണ്ടത്. അപ്പൊ ലക്ഷ്മണന്റെ ഈ ഉദാഹരണം ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്നതാണ്. ഇതേപോലെ മറ്റൊരു സന്ദർഭമുണ്ട്. ലക്ഷ്മണനെ തൻ്റെ അമ്മയായ സുമിത്ര ഉപദേശിക്കുന്ന ഒരു ഭാഗം ഓർമ്മ ഉണ്ടാവും. വനവാസത്തിന് പുറപ്പെടുന്ന സമയത്ത് ലക്ഷ്മണന് അമ്മ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്.
രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാത യഥാ സുഖം. മോനെ, നീ 14 വർഷക്കാലം ഏട്ടൻ്റെ കൂടെ വനവാസത്തിനായിട്ട് പോവാൻ തയ്യാറെടുക്കുക. നിനക്ക് ഞാൻ ഒരേ ഒരു ഉപദേശം തരാം, അത് മാത്രം മതി നിനക്ക് ഈ കാലം ഭംഗിയായി ചെലവഴിക്കാൻ. ഏട്ടനായിട്ടുള്ള രാമനെ നീ അച്ഛനായിട്ട് കാണുക, ദശരഥനായിട്ട് കാണുക. സാധാരണ അങ്ങനെയാ, ഏട്ടന്മാർ അച്ഛന് സമാനമാണെന്ന് പറയാം. രാമം ദശരഥം വിദ്ധി, രാമനെ ദശരഥനായിട്ട് കാണുക. മാം വിദ്ധി ജനകാത്മജാം, ജനകാത്മജയായ സീതയെ ഞാനായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ചേച്ചിയെ, എടത്തിയമ്മയെ അമ്മയായിട്ട് കാണുക. അയോധ്യാം അടവിം വിദ്ധി, നീ പോകുന്ന മുള്ളു നിറഞ്ഞ കാടുണ്ടല്ലോ, ആ കാട് നിനക്ക് അയോധ്യയാവട്ടെ. എന്നിട്ട് സസന്തോഷം സസുഖം നീ പോയി വരൂ. ആലോചിച്ചു നോക്കൂ, ഒരമ്മ മകന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം. ഇന്ന് ആർക്കാണിത് സാധിക്കുക? സ്വാർത്ഥ തലങ്ങളിലേക്ക്, സ്വാർത്ഥഭാവങ്ങളിലേക്ക് ചുരുങ്ങാൻ മക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് രാമായണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രസക്തമാകുന്നത്. അതൊറ്റ കാരണം കൊണ്ടാണ്. നിസ്വാർത്ഥതയുടെ മകുടോദാഹരണമായിട്ട് നമ്മൾ രാമായണത്തെ വിശേഷിപ്പിക്കുന്നതും ഇക്കാരണം കൊണ്ട് തന്നെയാണ്. രാമായണം എന്നതൊരു 4 അക്ഷരമാക്കി നമ്മൾ കാണരുത്. അതൊരു ചരിത്രമാണ്, ഇതിഹാസമാണ്, വ്യക്തിത്വ വികസനത്തിനുള്ള ഒരു മഹാശാസ്ത്രമാണത്. അത് വായിക്കുന്നവർക്കത് മനസ്സിലാവും. ഇനി മറ്റു ചില കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഈ വനവാസ സമയത്ത് രാമലക്ഷ്മണ സീതമാരി 3 പേരും കാട്ടിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ പങ്കുവെക്കുക, അതിലപ്പുറം തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. തോന്നിയത് പറയാന്ന് പറയാറില്ല, അത്രയേ ഉള്ളൂ. വനവാസ കാലത്ത് കാട്ടിലൂടെ ഒരു ഊടുവഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് രാമൻ മുമ്പിൽ പോകുന്നുണ്ട്, ലക്ഷ്മണൻ ഏറ്റവും പിന്നിലാണ്, സീത നടുവിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ പോകുന്ന സമയത്ത് രാമൻ എന്തോ ഒരു ശബ്ദം കേൾക്കുക. ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, ആരും ഒന്ന് കരയുന്നുണ്ടല്ലോ, ആരുടെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിക്കുക. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ കേൾക്കുന്നില്ല. നീ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്ക്, കേൾക്കുന്നുണ്ടോ? അപ്പൊ ലക്ഷ്മണൻ ഒന്ന് മനസ്സിരുത്തിയപ്പോ ആരോ കരയുന്നുണ്ട്. ഒന്ന് കുനിഞ്ഞിരുന്നപ്പോ വഴിക്കരികിൽ നിന്നാണ് ആ ശബ്ദം, ആ കരച്ചില്. ലക്ഷ്മണൻ ഒന്നുകൂടി കുനിഞ്ഞിരുന്നു. അവിടെയുള്ള ഒരു ചെറിയ മൺപൊത്തിൽ നിന്നും ഒരു പുഴു അതിന്റെ തല പുറത്തേക്കിട്ട് വാവിട്ട് കരയുക, തലയടിച്ച് കരയുക, രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. ലക്ഷ്മണൻ അതിനെ തന്റെ കൈകൊണ്ട് ഉയർത്തി. എന്നിട്ട് ചോദിച്ചു, എന്തിനാണോ താൻ കരയുന്നത്? എന്താണ് തന്റെ ദുഃഖം? അപ്പൊ ആ പുഴു പറഞ്ഞു, ലക്ഷ്മണ, ഈ ദുഃഖം തനിക്കെന്നല്ല, ഈ ലോകത്തിൽ ആർക്കും ഇനി മാറ്റാൻ പറ്റില്ല. അത്രയും വലിയ സങ്കടത്തിലാണ് ഞാൻ. ലക്ഷ്മണൻ ദേഷ്യായി. എന്ത്, ഈ നിൽക്കുന്നത് ആരാ നിനക്കറിയോ? മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരം. ഭഗവാൻ സാധിക്കാത്തത് തനിക്ക് വേറെ ആർക്കാ സാധിക്കുക? അതുകൊണ്ട് നീ സങ്കടം കാര്യം പറ. പുഴു പറഞ്ഞു, ഇല്ല, സാധിക്കില്ല, അയാൾക്കും സാധിക്കില്ല. ലക്ഷ്മണൻ രാമനോട് കാര്യം പറഞ്ഞു. രാമൻ ചോദിച്ചു, എന്താ തന്റെ വിഷമം? പുഴു പറഞ്ഞു, എനിക്ക് മണിമാളികകളൊന്നുമില്ല, മണിമന്ദിരങ്ങൾ താമസിക്കാൻ എനിക്കില്ല. എൻ്റെ വിധി ഇങ്ങനെയാണ്. ഞാൻ ഈ വഴിത്താരയിൽ ഒരു ചെറിയ പൊത്തില് പുഴുവായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുക. ആഹാരത്തിന് വേണ്ടി പുറത്തിറങ്ങും, അത് ശേഖരിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും അകത്തേക്ക് പോകും. ഈ സമയത്ത് ആഹാരത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത്, തല പൊത്തിൽ നിന്ന് പുറത്തേക്കിടുന്ന സമയത്ത് പല ജന്തുക്കളും പല മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ഈ വഴിയിലൂടെ നടന്നു പോകാറുണ്ട്. അവരൊക്കെ എൻ്റെ തലയിൽ ചവിട്ടുമ്പോൾ ആ വേദന മറക്കാൻ വേണ്ടി ഞാൻ രാമനാമം ജപിക്കുകയായിരുന്നു. ശ്രീരാമ രാമ രാമേതി. അന്നൊക്കെ എനിക്ക് ആ വേദനയിൽ നിന്ന് പരിഹാരം ഉണ്ടായിരുന്നു.
പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ സങ്കടങ്ങൾ അറിയിക്കാൻ വേണ്ടി ആരെയാണോ ദിവസേന പ്രാർത്ഥിക്കാറുള്ളത്, അതേ ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെ ഇന്ന് എൻ്റെ തലയിൽ ചവിട്ടി കടന്നു പോയിരിക്കുകയാണ്. ഇന്ന് ഈ വേദന മറക്കാൻ ഞാൻ ഇനി ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? വളരെ വികാര നിർഭരമായ ഒരു ചോദ്യമാണത്. രാമൻ ഉത്തരം ഉണ്ടായില്ല. സത്യല്ലേ? അപ്പൊ വാസ്തവത്തില് ഈ രാമായണവും ഇന്നത്തെ സമൂഹവുമായി നമ്മളൊന്ന് തട്ടിച്ചു നോക്കുമ്പോൾ ഇതിന് മഹത്വം കൂടുതലാണ്. അത്തരമൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരാണോ നമ്മളെ രക്ഷിക്കേണ്ടത്, നമ്മൾക്ക് സംരക്ഷണം തരേണ്ടത്, നമ്മുടെ ജീവിതത്തിന് രക്ഷ നൽകേണ്ടത്, അതേ ഭരണകൂട്ടങ്ങൾ നമുക്കെതിരായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയൊക്കെ നമ്മളെ പിഴിയാം, നമ്മളെ ചൂഷണം ചെയ്യാം, അത്തരത്തിൽ ചിന്തിക്കുന്ന ഭരണ സംവിധാനങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആലോചിക്കൂ. അപ്പൊ ഈ ഒരു തത്വം എത്ര കാലം മുമ്പ് രാമായണം നമ്മുടെ മുമ്പിലേക്ക് എറിഞ്ഞു തന്നു. അപ്പൊ ഒരു ഭരണാധികാരി എന്നുള്ളത് എങ്ങനെയായി തീരണം? അവസാനത്തെ വ്യക്തിയുടെ വരെ സങ്കടത്തെ അറിയുന്നവനാവണം, പരിഹരിക്കുന്നവനാവണം. രാമൻ ഈ വനവാസ കാലത്താണ് ഈ തത്വം മനസ്സിലാക്കിയത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഒരാളുടെ ഒരു ആക്ഷേപം വന്ന സമയത്ത്, സീതാദേവിയെ കുറിച്ചുള്ള ഒരു അപവാദം വന്ന സമയത്ത് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സീതയെ രാമൻ അറിയാം, പരിശുദ്ധയാണെന്നറിയാം. പക്ഷെ ആ ജനാപവാദം ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രസക്തമാണ്. ഒരാൾ പോലും തനിക്കെതിരെ ഒരു ചൂണ്ടുവിരൽ കാണിക്കരുത്. ഭരണാധികാരി അങ്ങനെയാവണം. ഇന്നിപ്പോ നമ്മുടെയൊക്കെ ചൂണ്ടുവിരൽ ഭരണാധികാരിക്ക് നേരെയാണ്. പക്ഷേ ഒരു കുലുക്കം ഉണ്ടാവില്ല. പറഞ്ഞു വന്നത്, നമ്മൾ ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത്, ഏത് സ്ഥാനത്താണോ ഇരിക്കുന്നത്, ആ സ്ഥാനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പൊ ഞാൻ സ്കൂൾ അധ്യാപകനാണെങ്കിൽ എൻ്റെ മുമ്പിൽ വിദ്യാർത്ഥികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, അക്കൂട്ടത്തിൽ എൻ്റെ മകനും ഇരിക്കുന്നുണ്ടെങ്കിൽ, ആ ക്ലാസ്സിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവനൊരു വിദ്യാർത്ഥി മാത്രമാണ്. അവൻ എൻ്റെ മകൻ, ക്ലാസ്സിൽ എൻ്റെ മകനാവുന്നില്ല. നേരെ മറിച്ച് അവൻ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ മകനാണ്. പക്ഷെ സ്കൂളിൽ എത്തുമ്പോൾ അവൻ എനിക്ക് വിദ്യാർത്ഥി മാത്രമാണ്. സ്ഥാനത്തിന്, അധ്യാപകത്വത്തിന് അവിടെ മഹത്വമുണ്ട്. അവിടെ ക്ലാസ്സിൽ ഞാൻ അവനെ മകനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നിലുള്ള അധ്യാപകത്വം നശിച്ചു എന്ന് പറയാം. അതാണ് രാമനും ചെയ്തത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ധാരാളം ഉദാഹരണങ്ങൾ, നല്ല നല്ല ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ രാമായണം തുറന്ന് വായിക്കണം. വീണ്ടും വീണ്ടും പറയുക. വായിച്ചാലും പോരാ, അർത്ഥമറിഞ്ഞ് വായിക്കണം. ചിലപ്പോൾ ഒരു തവണ വായിച്ചത് കൊണ്ട് അർത്ഥം മനസ്സിലാവണമെന്നില്ല. വായിച്ചത് വീണ്ടും വായിക്കുക, വീണ്ടും വായിക്കുക, വീണ്ടും വായിക്കുക. 2-3 വായന കൊണ്ടേ ഒരു പുസ്തകം സമ്പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിക്കൂ എന്ന് പറയാറുണ്ട്. മറ്റൊന്ന്, വായിച്ച ഭാഗത്ത് മനസ്സിലായ വിഷയങ്ങൾ ചെറിയ കുറിപ്പുകളായ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. അങ്ങനെ വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ മറച്ചു നോക്കിയാൽ നല്ല ഒരു സംഗ്രഹം, വിഷയങ്ങളുടെ സംഗ്രഹം നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പം അങ്ങനെയാണ് വായന പരിശീലിക്കുക. അത്തരത്തിൽ കർക്കിടക മാസം വളരെ നല്ല രീതിയിൽ രാമായണ പാരായണത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഭയക്കാനൊന്നുമില്ല. 2-3 ദിവസമായിട്ടേ ഉള്ളൂ. ധാരാളം ദിവസങ്ങൾ ഇനിയുണ്ട്. അപ്പോൾ പറ്റുന്നത്ര വായിക്കുക. ഒരു നിർബന്ധവുമില്ല കർക്കിടക മാസം കൊണ്ട് രാമായണം തീർക്കണം, ഒരു നിർബന്ധവുമില്ല. ഭഗവാന്റെ ചരിതമാണ്. ഏത് കാലത്തും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും വായിക്കാം. ശുദ്ധമായ മനസ്സോടെ, ശുദ്ധമായ ശരീരത്തോടെ വായിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് തീർക്കണം എന്ന വാശിയൊന്നും ആർക്കും വേണ്ട. വായിക്കുക, വായിച്ചത് മനസ്സിലാക്കുക. വഴിപാടായി കുറെ വായിച്ച് ചെയ്തത് കൊണ്ടൊന്നും പ്രയോജനമില്ല. ഉള്ളത് ഭംഗിയായിട്ട് നിർവഹിക്കുക. ഇന്നത്രയും പറഞ്ഞ് നിർത്താണ്. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ രാമ